ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർട്ട് നോക്കി എങ്ങനെ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഓപ്ഷൻ്റെ ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റി 22,550 കോൾ ഓപ്ഷൻ്റെ പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോൾ ഓപ്ഷൻ്റെ ചാർട്ട് നോക്കാം. അപ്പോൾ 22,550 കോൾ ഓപ്ഷൻ ചാർട്ട് എടുക്കാൻ കാരണം വെച്ചാൽ പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത് ഈ ഒരു ലെവലിലാണ്, 22,550 ലെവലാണ്. അപ്പോൾ അഡ്ഡമണിയിൽ നിന്ന് 22,550 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്തത്. ഇത് നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഹൈയും ലോയും ആണ്. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 11-ാം തീയതിയിലത്തെ ഹൈ ഇതാണ്, അതിൽ 12-ാം തീയതി ഹൈ ഇവിടെയാണ്. അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്ത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ലോ മാർക്ക് ചെയ്യാം. അപ്പോൾ ലോ 12-ാം തീയതിയിലത്തെ ലോ ഇവിടെയാണ്, ഇവിടെ ലോ മാർക്ക് ചെയ്യാം. ഇവിടെയും കുറച്ച് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതും കണക്ട് ചെയ്ത് നമുക്ക് ആ ഒരു ലോ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി 11-ാം തീയതി ഇവിടെ ഒരു ലോ വന്നിട്ടുണ്ടായിരുന്നു, ആ ലോയും മാർക്ക് ചെയ്യാം. ആ ലോ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് ക്യാൻഡിൽസ് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് ഈ ലെവൽസിൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മുടെ ഈ ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്തു, ഈ താഴത്തെ ലെവൽ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എൻട്രി ഇല്ല. ഓക്കെ, ഇവിടെ നമ്മുടെ സപ്പോർട്ടിൽ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ വരെ പോകാൻ മാർക്കറ്റ് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു ബൈ ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഓൾമോസ്റ്റ് ആ ഒരു ലെവൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്കാണ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ല ചാൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ബൈ എടുത്തിട്ട് ഇത് ടാർഗറ്റ് വെക്കായിരുന്നു. പക്ഷേ ഒരു വലിയൊരു ക്യാൻഡിൽ തന്നെ ആ ഒരു ലെവൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എൻട്രി ഇല്ല. ഇനി നമുക്ക് എൻട്രി വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഒരു ലെവൽ, അതായത് 36-60 ലെവൽ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി കിട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഓപ്ഷൻ ബയറൊക്കെ ആണെങ്കിൽ ഇനി നമ്മൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വരെ വെയിറ്റ് ചെയ്യണം. കണ്ടോ, ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു, പക്ഷേ താഴേക്കാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഇവിടെ വീണ്ടും ഒരു സെൽ സിഗ്നൽ വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ ടച്ച് ചെയ്തു, ഇവിടെ സെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ സെല്ലറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ സെല് ചെയ്തിടാം. നമ്മൾ ജസ്റ്റ് ഇവിടെ സെല് ചെയ്യാം. ഇത് തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാകും മതി, ഈ ലെവലിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാകും മതി. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ്, അതായത് മാർക്കറ്റ് ഈ ലെവലിൽ ഒന്ന് റിവേഴ്സ് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ റിവേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറാം. ഓക്കെ, ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ റിവേഴ്സ് വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു സെല്ല് എക്സിറ്റ് ചെയ്താൽ മതി. ഓക്കെ, കണ്ടോ, ഇവിടെ വീണ്ടും നമുക്ക് സെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സെല്ല് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാം. കണ്ടോ, അതിന് ശേഷം മാർക്കറ്റ് ആ ഒരു ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ലല്ലോ, ഇവിടെ ടച്ച് ചെയ്തു താഴേക്ക് വന്നു, ഇവിടെ ടച്ച് ചെയ്തു റെസിസ്റ്റൻസ് വന്ന് താഴേക്ക് വന്നു. പിന്നെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് നമുക്ക് ആ ഫുൾ പ്രീമിയം കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമുക്കൊരു ബൈ എൻട്രി കിട്ടിയിരുന്നില്ല 22,550 കോൾ ഓപ്ഷനിൽ. ഓക്കെ, ത്രൂ ഔട്ട് ഇനി ആ ഒരു പ്രീമിയം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ആ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമുക്ക് പിന്നെ ഈ ഒരു ലെവലിൻ്റെ താഴേക്ക് ഇറക്കിടാം. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 22,550 കോൾ ഓപ്ഷൻ്റെ ലെവൽസ് ഇന്നത്തെ. ഇനി നമുക്ക് 22,550 പുട്ട് ഓപ്ഷൻ ലെവൽസിൽ എങ്ങനെ വർക്ക് ചെയ്യുക നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ 2 ദിവസത്തെ ചാർട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഹൈയും ലോയും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ലോ വരുന്നത്, 11-ാം തീയതിയിലത്തെ ലോ. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ലോ വന്നിട്ടുണ്ടായിരുന്നു, അത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഹൈ ആണ് മാർക്ക് ചെയ്യേണ്ടത്. 11-ാം തീയതിയിലത്തെ ഹൈ ഇവിടെയാണ്, ഇത് മാർക്ക് ചെയ്യും, ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യും. ഇത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഒരുപാട് ക്യാൻഡിൽസ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ മാർക്ക് ചെയ്യാം.
ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ക്യാൻഡിൽ നല്ല രീതിയിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്താലാണ് നമുക്ക് ബൈ എൻട്രി വരത്തുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് സെൽ എൻട്രിയാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ സെല്ലറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെല് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ സെല് ചെയ്യാം. ഈ ഒരു ലെവലിൽ സെല് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിലുണ്ട്, അതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി. കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാണ്. വീണ്ടും മാർക്കറ്റ് റെസിസ്റ്റൻസ് ടച്ച് ചെയ്തു, വീണ്ടും താഴേക്കാണ്. അപ്പോൾ ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, അതായത് നമ്മുടെ ലെവൽസിൻ്റെ മുകളിലാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഓപ്ഷൻ ബൈയറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ബൈ എടുക്കാം. ഈ ഒരു ക്ലോസിൽ ബൈ എടുക്കാം. എവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചാൽ ഈ ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിലിൻ്റെ താഴെയായിട്ട് ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് ആണ്. നമ്മുടെ ടാർഗറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് എടുത്ത് ടാർഗറ്റ് കാണാവുന്നതാണ്. ഓക്കെ, നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു ലെവൽസിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ പിന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് താഴേക്കാണ്. ഓക്കെ, മാർക്കറ്റ് ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ 3 മണി ആയിട്ടുണ്ട്. നമ്മളിവിടെ എക്സിറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടാർഗറ്റ് ഇതായിരുന്നു, പക്ഷേ ആ ലെവലിൽ ടച്ച് ചെയ്തില്ല. ഈ ഒരു ലെവൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ട്. ഏകദേശം നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടി. നമ്മളിവിടെ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 57 പോയിൻറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ ചാർട്ടിലും ലെവൽസ് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് ചാർട്ട് നോക്കി ലെവൽസ് മാർക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വീഡിയോസ് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസ് മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.